എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചിത്രം നോക്കിയേ. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഒരു കുട്ടി വെള്ളം കുടിക്കുന്നതാണ് അല്ലേ? പിന്നെയോ മാങ്ങ കഴിക്കുന്നു, പിന്നെ കൊച്ചിനെ തൊടുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഒരു കുട്ടി വെള്ളം കുടിക്കുന്നത് കാണാം, രണ്ട് കുട്ടികൾ പാട്ട് കൊട്ടുമ്പോൾ കിളികൾ പറന്നു പോകുന്നത് കാണാം, ഒരു കുട്ടി മാങ്ങ കഴിക്കുന്നത് കാണാം, ഒരു കുട്ടി കൊച്ചിനെ തൊടുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ ജീവജാലങ്ങളായാലും ഈ മനുഷ്യർ, ഈ കുട്ടികളായാലും ചില ഘടകങ്ങളോട് പ്രതികരിക്കുന്നതല്ലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നേ? എന്തൊക്കെ ഘടകങ്ങളാ? വെള്ളം കുടിക്കുന്നത് എന്തിനാ? നമ്മള് ദാഹിക്കുമ്പോ. അപ്പൊ ദാഹത്തിനോട് പ്രതികരിച്ചുകൊണ്ടല്ലേ ഈ കുട്ടി ഇവിടെ വെള്ളം കുടിക്കുന്നത്. മാങ്ങ കഴിക്കുന്ന, ഫുഡ് കഴിക്കുന്ന എപ്പോഴാ? വിശക്കുമ്പോ. അപ്പൊ വിശന്നിട്ട് അതിനോട് പ്രതികരിച്ചാണ് കുട്ടി മാങ്ങ കഴിക്കുന്നത്. പിന്നെ ഈ കുട്ടികളെ പാട്ട് കൊട്ടുമ്പോ എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. വെരി ഗുഡ്, ശബ്ദം ഉണ്ടാവും. അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് കിളികൾ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ കുട്ടി കൊച്ചിനെ തൊടുമ്പോഴോ അവിടെ എന്താ നടക്കുന്നത്? സ്പർശനം. ആ സ്പർശനത്തോട് പ്രതികരിച്ചിട്ടാണ് കൊച്ചു എന്ത് ചെയ്യുന്നത്? ശരീരം ഉള്ളിലോട്ട് വലിക്കുന്നത്. അപ്പം ഇത്തരത്തില് നമ്മുടെ ജീവജാലങ്ങളിലായാലും മനുഷ്യരിലായാലും പ്രതികരണം ഉളവാക്കുന്ന ഘടകങ്ങളെ നമ്മളൊരു പേര് വെക്കും. എന്താണെന്നറിയോ? ഉദ്ദീപനങ്ങൾ. എന്താണ്? ഉദ്ദീപനങ്ങൾ. മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും പ്രതികരണം ഉണ്ടാക്കുന്ന ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് ഉദ്ദീപനങ്ങൾ. അപ്പൊ ഇവർക്ക് ഉള്ളിലുണ്ടാകുന്ന ഉദ്ദീപനങ്ങളോടും പുറത്തുനിന്നുള്ള ഉദ്ദീപനങ്ങളോടും പ്രതികരിക്കുന്നില്ലേ? ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഏതൊക്കെയാ? ദാഹവും വിശപ്പും. വെരി ഗുഡ്. നമ്മുടെ വിശപ്പും ദാഹവും നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്നുണ്ടാവുന്നതാണ്. ഈ ശബ്ദവും സ്പർശനവും ഒക്കെയോ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുണ്ടാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കാറില്ലേ? ഉണ്ടല്ലേ? പ്രതികരിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നത് ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയാ? വെരി ഗുഡ്, നാഡീ വ്യവസ്ഥയാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാമോ ഈ നാഡീ വ്യവസ്ഥയ്ക്ക് എത്ര വിഭാഗങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഈ പിക്ചർ നോക്കിയിട്ട്, ഈ രണ്ട് പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേ. എന്തൊക്കെ കാണാൻ പറ്റുന്നേ? കേന്ദ്ര നാഡീ വ്യവസ്ഥ. വെരി ഗുഡ്. കേന്ദ്ര നാഡീ വ്യവസ്ഥ കാണാം, പിന്നെ പെരിഫറൽ നാഡീ വ്യവസ്ഥ കാണാം. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്തൊക്കെ കാണാം? മസ്തിഷ്കവും സുഷുമ്നയും കാണാം. പെരിഫറൽ നാഡീ വ്യവസ്ഥയിലോ ശിരോനാഡികളും സുഷുമ്നാ നാഡികളും കാണാം അല്ലേ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നാഡീ വ്യവസ്ഥയ്ക്ക് എത്ര വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും? ഏതൊക്കെയാ? കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും. കേന്ദ്ര നാഡീ വ്യവസ്ഥയില് മസ്തിഷ്കവും സുഷുമ്നാ നാഡിയും. പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ നാഡികളാണല്ലേ ഉള്ളത്? ശിരോനാഡികളും സുഷുമ്നാ നാഡികളും. അപ്പോ നമ്മൾ പറഞ്ഞു നമുക്ക് ചുറ്റുമുള്ള ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്ന ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയാ? നാഡീ വ്യവസ്ഥ. ഈ നാഡീ വ്യവസ്ഥയെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോ നമ്മള് ഉദ്ദീപനങ്ങളെ പ്രതികരിക്കാൻ സഹായിക്കുന്ന ശരീരത്തിന്റെ വ്യവസ്ഥയാണ് ഇത് നാഡീ വ്യവസ്ഥ. നാഡീ വ്യവസ്ഥയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? മസ്തിഷ്കവും നമ്മുടെ മസ്തിഷ്കമുണ്ട്, സുഷുമ്നാ നാഡിയുണ്ട് അല്ലേ? പെരിഫറൽ നാഡീ വ്യവസ്ഥയിലോ ശിരോനാഡികളും സുഷുമ്നാ നാഡികളും. നമ്മുടെ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളുമാണ് എന്തിനുള്ളത്? പെരിഫറൽ നാഡീ വ്യവസ്ഥയിലുള്ളത്. അപ്പോ നാഡീ വ്യവസ്ഥയെ രണ്ടായിട്ട് തരംതിരിക്കാം. കേന്ദ്ര നാഡീ വ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീ വ്യവസ്ഥയെന്നും. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ മസ്തിഷ്കവും സുഷുമ്നയും, പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ ശിരോനാഡികളും സുഷുമ്നാ നാഡികളും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ നാഡീ വ്യവസ്ഥയ്ക്ക് എത്ര വിഭാഗങ്ങളുണ്ടെന്നൊക്കെ? മനസ്സിലായെങ്കില് അവർ തന്നെ നാഡീ വ്യവസ്ഥയ്ക്ക് എത്ര വിഭാഗങ്ങളുണ്ട്? 2 വിഭാഗം. വെരി ഗുഡ്. സിദ്ധം. പൂജ എഴുതിയേ. ഏതൊക്കെയാ വിഭാഗങ്ങള്? പെരിഫറൽ നാഡീ വ്യവസ്ഥ. വെരി ഗുഡ്. സിദ്ധം. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്തൊക്കെയുള്ള? ആര് പറഞ്ഞേ? ഗുഡ്. സിദ്ധം. പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ എന്തൊക്കെയാ ഉള്ളത്? അക്ഷയ് പറഞ്ഞേ. വെരി ഗുഡ്. സിദ്ധം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലേ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? നാഡീ വ്യവസ്ഥയുടെ വിഭാഗങ്ങളെ കുറിച്ചല്ലേ
ചിത്രത്തിൽ കണ്ട പോലെ നമ്മുടെ ചുറ്റിനും കുറെ ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ? നമ്മുടെ ചുറ്റിനും ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കൂടാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്നും ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഉദ്ദീപനങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അതോട് പ്രതികരിക്കുകയും ചെയ്യും. അത് നമ്മളെ സഹായിക്കുന്ന ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയാ? നാഡീ വ്യവസ്ഥ. ശരീരത്തിന്റെ നാഡീ വ്യവസ്ഥയാണ് നമ്മളെല്ലാം നിൽക്കുന്നത് അല്ലേ? അപ്പൊ നാഡീ വ്യവസ്ഥയ്ക്ക് എത്ര വിഭാഗങ്ങളുണ്ട്? കേന്ദ്ര നാഡീ വ്യവസ്ഥയും നാഡീ വ്യവസ്ഥയും. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്തൊക്കെയാ ഉള്ളത്? മസ്തിഷ്കവും സുഷുമ്നയും. പെരിഫറൽ നാഡീ വ്യവസ്ഥയിലോ